Hi dear students, next definition. Let S1, S2, etc. Sk be subsets of a vector space V. The set of all vectors of the form alpha 1 plus alpha 2 plus etc. plus alpha k, where alpha I belongs to Si for each I is called the sum of the sets S1, S2, etc. Sk and is denoted by S1 plus S2 plus etc. plus Sk, or summation I is equal to 1 to k Si. നമ്മൾ സം ഓഫ് ദി സെറ്റ്സ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് S1, S2, എക്സെട്ര Sk എന്നുള്ള സെറ്റുകളുണ്ട്. അവയുടെ സം എന്നത് ഡിനോട്ട് ചെയ്യാം. ഒന്നുകിൽ S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് Sk എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ സമേഷൻ I is equal to 1 to k Si എന്നും ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സുകളുടെ ഫോം എങ്ങനെയാണെന്ന് നോക്കുക. S1 പ്ലസ് S2 പ്ലസ് എക്സെട്ര പ്ലസ് Sk അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലൊരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ S1-ലൊരു എലമെൻറ്റ് ആൽഫ 1 പ്ലസ് S2-ലൊരു എലമെൻറ്റ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ k എന്നാണ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് റിമാർക്ക്. If W1, W2, etc. Wk are subspaces of a vector space V. നമുക്കൊരു വെക്റ്റർ സ്പേസ് ഉണ്ട് V എന്നത്. അതിൻ്റെ സബ്സ്പേസുകളാണ് ആര്? W1, W2, etc. Wk. അങ്ങനെയാണെങ്കിൽ ദെൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് Wk ഈസ് എ സബ്സ്പേസ് ഓഫ് V. അപ്പോൾ അവയുടെ സം എന്നതും എന്തായിരിക്കും? സബ്സ്പേസ് ഓഫ് V ആയിരിക്കും. ആ സബ്സ്പേസ് എന്നത് സ്പാൻഡ് ബൈ ദ യൂണിയൻ ഓഫ് ദി സെറ്റ്സ് W1, W2, എക്സെട്ര Wk. അപ്പോൾ സബ്സ്പേസുകളുടെ സം എന്നത് സബ്സ്പേസാണ്. ആ സബ്സ്പേസ് എന്നത് സ്പാൻഡ് ബൈ ദ യൂണിയൻ ഓഫ് W1, W2, എക്സെട്ര Wk ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂഫ് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് തന്നത് എന്താ നോക്കുക. അതായത് ഗിവ് 1 എന്താ തന്നിട്ടുള്ളത്? W1, W2, എക്സെട്ര Wk ആർ സബ്സ്പേസസ് ഓഫ് V. ഇനി ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് Wk ഈസ് എ സബ്സ്പേസ് ഓഫ് V എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമ്മുടെ ഈ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര Wk എന്നതൊരു നോൺ എംപ്റ്റി സെറ്റ് ആവണം, വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 0 എന്നത് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വി ഹാവ് 0 ബിലോങ്സ് ടു W1, ശരിയല്ലേ? കാരണം എന്താ? W1 എന്നതൊരു സബ്സ്പേസാണ്. അതുപോലെ തന്നെ 0 ബിലോങ്സ് ടു W2, കാരണം തന്നെയാണ് W2 എന്നതൊരു സബ്സ്പേസാണ്. സിമിലർലി 0 ബിലോങ്സ് ടു Wk. ഓക്കെ, അപ്പം ഞാൻ 0നെ 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് എക്സെട്ര പ്ലസ് 0 എന്ന് എഴുതും. ഈ 0 എന്നത് W1-ലുള്ളതാണ്, ഈ 0 W2-ലുള്ളതാണ്, എക്സെട്ര ഈ 0 എവിടെ ഉള്ളതാണ്? Wk-ലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ 0 എവിടെ ഉണ്ടാവും? ദിസ് ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് Wk. നമുക്ക് 0 എവിടെ ഉണ്ടെന്ന് കിട്ടി? W1 പ്ലസ് W2 എക്സെട്ര പ്ലസ് Wk ഉണ്ടെന്ന് കിട്ടി. വിച്ച് മീൻസ്
W1 plus W2 plus etc. plus Wk is non-empty. ഓക്കെ, നമുക്ക് എന്ത് പ്രൂവ് വേണം? സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് ഇത് ഈ ഒരു സെറ്റിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആൽഫയും ബീറ്റും ഈ ഒരു W1 പ്ലസ് W2 പ്ലസ് എക്സ്ട്രാ WK എന്ന് എടുക്കുക. അവിടെ ലീനിയർ കോമ്പിനേഷൻ എന്നത് എവിടെ ഉണ്ടെന്ന് പറയാം? ഈ W1 പ്ലസ് W2 പ്ലസ് എക്സ്ട്രാ പ്ലസ് WKയിലുണ്ടെന്ന് പറയാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. ആൽഫ എന്നത് W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WKയിലുണ്ട്. അതുകൊണ്ട് ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ K. ഈ ആൽഫ 1 എവിടെ ഉണ്ടാവും? W1-ലുണ്ടാവും. ആൽഫ 2 W2-ലുണ്ടാവും. എക്സെട്ര ആൽഫ K എന്നത് എവിടെ ഉണ്ടാവും? WK-ലുണ്ടാവും. ഓക്കെ, അതുപോലെ ബീറ്റ എന്നത് എവിടെ ഉണ്ട്? ബീറ്റ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. അപ്പോൾ നമുക്ക് ബീറ്റനെ എങ്ങനെ എഴുതാം? ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ K. ഈ ബീറ്റ 1 എവിടെ ഉണ്ട്? W1-ലുണ്ട്. ബീറ്റ 2 W2-ലുണ്ട്. എക്സെട്ര ബീറ്റ K എന്നത് WK-ലുണ്ട്. ആൻഡ് C belongs to F. Now C alpha plus beta equal to, നമുക്ക് ഈ C alpha plus beta എന്നത് W1 plus W2 plus extra WK-ലുണ്ട് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ എന്താവുള്ളൂ? W1 plus W2 plus extra plus WK എന്നതൊരു സബ്സ്പേസ് ആവുള്ളൂ. Now consider C alpha plus beta. That is C into ആൽഫനെ നമ്മളെങ്ങനെ എഴുതിയിട്ടുണ്ട്? ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ K. അതേപോലെ ബീറ്റനെ നമ്മളെങ്ങനെ എഴുതിയത്? ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ K. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? സി ആൽഫ 1 പ്ലസ് സി ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് സി ആൽഫ K. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. പ്ലസ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ K. റെഡിയല്ലേ? ഇനി ഞാൻ ഈ സി ആൽഫ 1-നെയും ബീറ്റ 1-നെയും ഒരുമിച്ച് എഴുതി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സി ആൽഫ 1 പ്ലസ് ബീറ്റ 1. അടുത്ത് ഞാൻ എങ്ങനെ എഴുതും? സി ആൽഫ 2-നെയും ബീറ്റ 2-നെയും ഒരുമിച്ച് എഴുതി. അപ്പോൾ എങ്ങനെ എഴുതും? സി ആൽഫ 2 പ്ലസ് ബീറ്റ 2. അടുത്തതോ? പ്ലസ് സി ആൽഫ 3 പ്ലസ് ബീറ്റ 3 പ്ലസ് എക്സെട്ര പ്ലസ് അടുത്ത എലമെൻ്റ് എങ്ങനെ വരും? സി ആൽഫ K പ്ലസ് ബീറ്റ K. ദിസ് ബിലോങ്സ് ടു, ഈ സി ആൽഫ 1 പ്ലസ് ബീറ്റ 1 എവിടെ ഉണ്ടാവും? W1-ലുണ്ടാവും. കാരണം എന്താ? ആൽഫ 1 എന്നത് W1-ലുണ്ട്. ബീറ്റ 1 എന്നതും W1-ലുണ്ട്. മാത്രമല്ല W1 എന്നതൊരു സബ്സ്പേസ് ആണ് താനും. സോ സി ആൽഫ 1 പ്ലസ് ബീറ്റ 1 എന്ന എലമെൻറ്റ് എവിടെ ഉണ്ടാവും? W1-ലുണ്ടാവും. അടുത്ത ഈ സി ആൽഫ 2 പ്ലസ് ബീറ്റ 2 എവിടെ ഉണ്ടാവും? W12-ലുണ്ടാവും. സിമിലർ കേസ് തന്നെ. അടുത്ത സി ആൽഫ 3 പ്ലസ് ബീറ്റ 3 W3-ലുണ്ടാവും. പ്ലസ് എക്സെട്ര പ്ലസ് WK. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ആൽഫയും ബീറ്റയും നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു? W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK എന്നെടുത്തു. സി എന്നതൊരു സ്കെയിലാറാണ്. എന്നിട്ട് സി ആൽഫ പ്ലസ് ബീറ്റ ചെയ്തപ്പോൾ അതും എവിടെ ഉണ്ടെന്ന് കിട്ടി? W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK-ലുണ്ടെന്ന് കിട്ടി. കൂടാതെ ഈ ഒരു സെറ്റ് എന്നത് നോൺ എംപ്റ്റി ആണ്. വിച്ച് ഇംപ്ലൈസ് W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK ഈസ് എ സബ്സ്പേസ് ഓഫ് V. ഇപ്പോൾ നമുക്ക് സബ്സ്പേസ് ആണ് കിട്ടി. ഇനി ഈ സബ്സ്പേസ് എന്നത് സ്പാൻഡ് ബൈ ദ യൂണിയൻ ഓഫ് സെറ്റ് W1 W2 എക്സ്ട്രാ WK എന്ന് പറയണം. അപ്പോൾ സ്പാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ W1 W2 എക്സ്ട്രാ WKൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്കിതിൻ്റെ ഉള്ള എല്ലാ എലമെൻസിനും എഴുതാൻ പറ്റണം എന്ന് പറഞ്ഞാൽ മതി അല്ലേ? അതിന് വേണ്ടിയിട്ട് ലെറ്റ് W be the subspace of V. W be the subspace of V spanned by
സ്പാൻഡ് ബൈ W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WK. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? W ഈസ് ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. കാരണം നമുക്ക് ഈ ഒരു സബ്സ്പേസ് എന്നത് W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര WK കൊണ്ട് സ്പാൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമ്മൾ W ആണ് അതിൻ്റെ സബ്സ്പേസ് സ്പാൻഡ് ബൈ W1 യൂണിയൻ W2 എക്സെട്ര യൂണിയൻ WK എന്ന് എടുത്തതുകൊണ്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? W ഈസ് ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. ഓക്കെ, ആൽഫ എന്നത് W1-ലുണ്ട്. ദെൻ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് alpha plus 0 plus 0 plus etc plus 0. This belongs to ഈ ആൽഫ എവിടെ ഉള്ളത്? W1-ൽ. ഈ 0 ഞാൻ W2-ലുള്ള 0 ആണ് എടുത്തിട്ടുള്ളത്. ഇതോ W3-ലുള്ളത് എക്സെട്ര ഇത് എവിടെ ഉള്ളതാ? WK-ലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ആൽഫ എന്നത് എവിടെ നിന്നാണ് എടുത്തത്? W1 എന്നടുത്തത്. ഈ ആൽഫ എവിടെ ഉണ്ടെന്ന് കിട്ടി? W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര ഇവിടെ W3 ആണ്. W3 പ്ലസ് എക്സെട്ര WK-ലുണ്ട് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരുടെ സബ്സെറ്റായി? W1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ, ദാറ്റ് മീൻസ് ആൽഫ ബിലോങ്സ് ടു W1 ഇംപ്ലൈസ് ആൽഫ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. This implies W1 is contained in W1 plus W2 plus etc plus WK. Similarly, W2 is contained in എന്ത് പറയാം? W1 plus W2 plus etc plus WK എന്ന് പറഞ്ഞൂടെ. അതായത് W2 എന്നൊരു എലിമെൻ്റ് എടുക്കുക, അത് ഇവിടെ ഉണ്ട് എന്ന് പറയാം. Etc. WK is contained in W1 plus W2 plus etc plus WK. Okay. Therefore, W1 union W2 union etc union WK is contained in W1 plus W2 plus etc plus WK. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് W1 ഇസ് കണ്ടെയ്ൻഡ് ഇൻ W1 പ്ലസ് W2 പ്ലസ് എക്സ്ട്രാ WK-ലുണ്ട്. W2-ൻ്റെ അതേപോലെ തന്നെ ഉണ്ട്, എക്സ്ട്രാ WK ഉണ്ട്. അപ്പോൾ നമ്മൾ യൂണിയൻ അവിടെ തന്നെ ഉണ്ടാവും. W1 പ്ലസ് W2 പ്ലസ് എക്സ്ട്രാ WK-ലുണ്ടാവും. ഓക്കെ, ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് W ഈസ് കണ്ടെയ്ൻഡ് ഇൻ, നമുക്കിവിടെ ഈസ് കണ്ടെയ്ൻഡ് എന്ന് മതി കേട്ടോ. W ഈസ് കണ്ടെയ്ൻഡ് ഇൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. ഓക്കെ, അത് Wൻ്റെ ഡെഫിനിഷനാണത്. Wൻ്റെ ഡെഫിനിഷൻ എന്താ? W ബി ദ സബ്സ്പേസ് ഓഫ് വി സ്പാൻഡ് ബൈ W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WK. ഓക്കെ, അതായത് W ഈസ് കണ്ടെയ്ൻഡ് ഇൻ W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK എന്ന് കിട്ടി. ദിസ് ഈസ് നമ്പർ 1. പിന്നെ തിരിച്ചും വേണം, അതായത് W1 പ്ലസ് W2 പ്ലസ് എക്സ്ട്രാ WK എന്നത് എവിടെ ഉണ്ടെന്ന് പറയണം? W-ലുണ്ട് എന്ന് പറയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു. ആ എലമെൻറ്റിനെ ആൽഫ എന്ന് വിളിച്ചു. ലെറ്റ് ആൽഫ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. അങ്ങനെയാണെങ്കിൽ ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം? W1-ലൊരു എലമെൻറ്റ് ആൽഫ 1 പ്ലസ് W2-ലൊരു എലമെൻറ്റ് ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് WK-ലൊരു എലമെൻറ്റ് ആൽഫ K എന്ന് എഴുതാം. വേർ Wi belongs to alpha I belongs to Wi for each I. Then alpha 1 belongs to എന്ത് പറയാം? ആൽഫ 1 എവിടെ ഉണ്ട്? W1-ലുണ്ട്. അപ്പോൾ നമുക്ക് ആൽഫ 1 എവിടെ ഉണ്ടെന്ന് പറയാം? W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WK-ലുണ്ട് എന്ന് പറയാം. പറഞ്ഞൂടെ?
അതേപോലെ തന്നെ ആൽഫ 2 എവിടെ ഉണ്ടെന്ന് പറയാം, W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WK ഉണ്ടെന്ന് പറയാം. കാരണം ആൽഫ 2 എവിടെ ഉള്ളതാണ്, W2ലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിയനിലും ആൽഫ 2 ഉണ്ടെന്ന് പറയാലോ. എക്സെട്ര ആൽഫ K എന്നത് എവിടെ ഉണ്ടെന്ന് പറയാം, W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WK എന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ 1 എന്നത് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് കിട്ടി, W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WK. ആൽഫ 2 അവിടെ തന്നെ ഉള്ളത്, എക്സെട്ര ആൽഫ കെയും അവിടെ ഉള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫനെ നമുക്ക് W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WKയിലെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി എന്ന് പറഞ്ഞൂടെ. കാരണം ഇവിടുത്തെ സ്കാലാസുകളൊക്കെ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ then alpha is a linear combination of W1 union W2 union etc union WK, which implies alpha belongs to W. ശരിയല്ലേ, by the definition of W. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആൽഫ എവിടെ ഉണ്ടെന്ന് എടുത്തിട്ടുള്ളത്, ആൽഫ എന്നത് ഇവിടെ നിന്നാണ് നമ്മൾ എലമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എവിടെ ഉണ്ടെന്ന് കിട്ടി, W1 യൂണിയൻ W2 യൂണിയൻ എക്സെട്ര യൂണിയൻ WKയിലുണ്ടെന്ന് കിട്ടി. അതായത് ആൽഫ എന്നത് Wയിലുണ്ടെന്ന് കിട്ടി. നമുക്കൊന്നുകൂടി എഴുതാം. ദാറ്റ് ഈസ് ആൽഫ ബിലോങ്സ് ടു W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK ഇംപ്ലൈസ് ആൽഫ ബിലോങ്സ് ടു W. ഇതിൻ്റെ അർത്ഥം എന്താ, W1 പ്ലസ് W2 പ്ലസ് എക്സെട്ര പ്ലസ് WK ഈസ് കണ്ടെയ്ൻഡ് ഇൻ W. ദിസ് ഈസ് നമ്പർ 2. ഫ്രം 1 and 2 W is equal to 1 എന്തായിരുന്നു, 1 നോക്കാം. ഇതാണ് 1. ഓക്കെ, 2 ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഫ്രം 1 and 2 W is equal to W1 plus W2 plus etc plus WK. Okay, that means W1 plus W2 plus etc plus WK is the subspace spanned by W1 union W2 union etc union WK. Hence the proof. Okay, thank you.